കർണാടകയിലെ വോട്ടർ പട്ടികയിൽ കോൺഗ്രസ് അനുഭാവികളുടെ വോട്ടുകൾ വ്യാപകമായി നീക്കം ചെയ്തുവെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പതിവ് പോർമുഖങ്ങളെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. ഈ ആരോപണങ്ങളെ നേരിടുന്നതിന് പകരം രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദേശീയഗാനം മുഴുവനായി ആലപിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി BJP പുതിയൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്നു. ഈ സംഭവം യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാനും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വൈകാരിക വിഷയങ്ങൾ ഉപയോഗിക്കാനുമുള്ള ഒരു തന്ത്രമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ എന്ന ജനാധിപത്യപരമായ വിഷയത്തെ ദേശീയഗാനത്തോടുള്ള അനാദരവ് എന്ന വൈകാരിക വിഷയത്തിലേക്ക് വഴിതിരിച്ചുവിട്ട ഈ സംഭവം ആധുനിക ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മാറുന്ന മുഖം വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഭരണപരമായ പ്രശ്നങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും വ്യക്തിപരമായ ആക്രമണങ്ങളും ദേശീയ വികാരങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള ആരോപണങ്ങളും കേന്ദ്ര സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുമുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഉദാഹരണമാണിത്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സുതാര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഈ പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവതരവുമാണ്. കർണാടകയിലെ അലൻ മണ്ഡലത്തിൽ കോൺഗ്രസ് അനുഭാവികളുടെ 6018 വോട്ടുകൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നീക്കം ചെയ്തുവെന്ന ആരോപണം വോട്ടർ പട്ടിക നിർമ്മാണത്തിൽ നടക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം സംബന്ധിച്ച ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഈ നീക്കം ചെയ്യലുകൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി നടന്നുവെന്ന ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നേരിട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ വോട്ട് കള്ളന്മാരെ സംരക്ഷിക്കുന്ന ഒരാളായി ചിത്രീകരിച്ചത് രാഷ്ട്രീയ പാർട്ടികളും ഭരണഘടനാ സ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ വിശ്വാസ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്.